Hi all, this is our second class related with accounting for leases. In our previous class, we have discussed meaning and meaning of leasing and different terminologies used in leasing, also the advantages and disadvantages of leasing. Now we are going to discuss in the rest of the part of accounting for leases. So first is classification of leases. According to Ind AS 17, the leases are mainly classified into two, operating lease and financial lease. Ind AS 17 പ്രകാരം financial lease അതുപോലെ operating lease ആണ് mainly lease ന്റെ two classifications. So first we are going to discuss what is operating lease. Operating lease also known as cancelable lease. A lease that does not secure for lessor the recovery of his capital outlay plus a return on funds invested during lease term. Operating lease എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേമിന്റെ ഉള്ളിൽ എത്ര പീരീഡിലേക്കാണോ ലീസ് ചെയ്യപ്പെടുന്നത് ആ ഒരു പീരീഡിന്റെ ഉള്ളിൽ ലെസ്സർക്ക് അയാളുടെ ആ ഒരു അസറ്റിന്റെ മേലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഓൺ ദ അസറ്റ് അതുപോലെ പ്ലസ് എ റിട്ടേൺ ഓൺ ഫണ്ട്സ് ഇൻവെസ്റ്റഡ് അതുപോലെ ആ ഒരു ക്യാപിറ്റലിൽ ആ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിന്റെ മേലെയുള്ള ഒരു റിട്ടേണും ആ ഒരു പെർട്ടിക്കുലർ ലീസ് ടേമിനകത്ത് അയാൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല ലെസ്സർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ലീസിനെയാണ് ഓപ്പറേറ്റിംഗ് ലീസ് ഓർ ക്യാൻസലബിൾ ലീസ് എന്ന് പറയുന്നത്. And second point is asset is treated by lessor as fixed asset and rentals receivable should be included in income over lease term. In this kind of lease, asset treat ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ് ബൈ ദ ലെസ്സർ അസറ്റിനെ ഫിക്സ്ഡ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ the rentals receivable on leased asset ആ leased assetന്റെ മേലെയുള്ള rentals അത് ലെസ്സർ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഇൻകം ആയിട്ടാണ്. Then third point എന്ന് പറയുന്നത് cost including depreciation incurred in earning rental income should be charged to income. That means കോസ്റ്റുകൾ ഡിപ്രീസിയേഷൻ പോലെയുള്ള കോസ്റ്റുകൾ ഈസ് ട്രീറ്റഡ് ആസ് എ ചാർജ് ടു ഇൻകം. ഇൻകത്തിന് ഒരു ചാർജ് ആയിട്ട് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് അത് കുറച്ച് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് ദ ഇൻകം ലൈക്ക് ഡിപ്രീസിയേഷൻ ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് കോസ്റ്റ്. Then leased asset is depreciated on a basis consistent with the lessor's normal depreciation policy for similar asset. സിമിലർ അസറ്റിന് എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് ഡിപ്രീസിയേഷൻ പോളിസി ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ബേസിസിൽ തന്നെയാണ് ലീസ്ഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ദ ലെസ്സർ. Then lessor has a continuing interest in asset as risk of obsolescence of leased asset will have to be borne by the owner. In operating lease, the lessor has continuing interest over the leased asset. Leased asset ന്റെ മേലെ ലെസ്സർക്ക് തന്നെയാണ് ഫുൾ ഓൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീസ്ഡ് അസറ്റിന് എന്തെങ്കിലും ഒബ്സലസൻസ് തുടങ്ങിയിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ബോൺ ചെയ്യുന്നതും ലെസ്സർ തന്നെയായിരിക്കും. Then maintenance of lease equipment is usually the responsibility of the lessor. ആ ലീസ്ഡ് അസറ്റിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആരെന്നെയാണ്? ലെസ്സർ തന്നെയാണ്. Then lease rental is revenue income for lessor and revenue expense for the lessee. The rent paid against the asset. ആ ലീസ്ഡ് അസറ്റിന്റെ മേലെയുള്ള റെന്റൽ എമൗണ്ട് പെയ്ഡ് ബൈ ദ lessee is like an income for the ലെസ്സർ. ആൾക്ക് എന്താണ്? ലെസ്സർക്ക് അതൊരു ഇൻകം ആണ് ബിക്കോസ് ആ ഒരു എമൗണ്ട് റിസീവ് ചെയ്യുന്ന ആളാണ് ലെസ്സർ. സോ ഇറ്റ് ഈസ് ആൻ ഇൻകം ഫോർ ദ ലെസ്സർ. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റവന്യൂ എക്സ്പെൻസ് ഫോർ ദ ലെസ്സി. ലെസ്സി ആണ് അത് പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലെസ്സിക്ക് അത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാവും അത് കാണിക്കുക. കാരണം ലെസ്സിക്ക് അതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ. So what are the features of operating lease? It mainly three features.
One is it's a short-term lease or contract. Operating lease is a short-term lease because the contract is signed for a short period. Then the lessee agrees to rent an asset from the lessor and lessor retains the right of ownership. In this kind of lease, the lessee has the right to use the asset. The ownership will remain in the hands of lessor. Lessorന്റെ കയ്യിൽ തന്നെയാണ് എപ്പോഴും ownership ഉണ്ടാവുക. Lessee can use the asset. He doesn't get the ownership. Then operating leases are cancelable. Mainly lease എന്ന് പറയുന്നത് non cancelable ആണ്. We have already discussed. ഒരു 3 situationsലാണ് lease cancel ചെയ്യാൻ പറ്റുന്നത്. Other cases ലോക്കെ lease is non cancelable, but in case of operating lease it is always cancelable. Okay, next is finance lease. Finance lease also known as capital lease or full payout lease. Then what is finance lease? A lease secures for lessor the recovery of his capital outlay plus a return on funds invested during the lease term. That means the opposite of operating lease. അതായത് ഒരു ലീസ് ടേമിനകത്ത് ലെസർക്ക് ആ ഒരു ക്യാപിറ്റൽ, ആ ഒരു അസറ്റിന്റെ മേലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്, ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഓൺ ദ അസറ്റ്, അതുപോലെ പ്ലസ് എ റിട്ടേൺ ഓൺ ദ ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ആ ഒരു പെർട്ടിക്കുലർ ലീസ് ടേമിനകത്ത് നിന്നുകൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ലീസിനെയാണ് ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത്. ആ ഒരു അസറ്റിന്റെ മേലെയുള്ള ഇൻവെസ്റ്റ്മെന്റും പ്ലസ് ഒരു റിട്ടേണും ആ ഒരു പെർട്ടിക്കുലർ ലീസ് ടേമിൽ നിന്നുകൊണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലീസിനെയാണ് ഫിനാൻസ് ലീസ് ഓർ ക്യാപിറ്റൽ ലീസ് ഓർ ഫുൾ പേ ഔട്ട് ലീസ് എന്ന് പറയുന്നത്. Then second point is lessor transfers substantially all risk and rewards incident to ownership of an asset to the lessee. ആ ഒരു പെർട്ടിക്കുലർ ലീസ്ഡ് അസറ്റിന്റെ മേലെയുള്ള all kind of risk and rewards ഈ ഒരു ഫിനാൻസ് ലീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലെസ്സർ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ലീസിൽ എല്ലാം റിസ്ക് കാര്യങ്ങളൊക്കെ ലെസ്സർ തന്നെയാണ് ബോൺ ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്താണ്? ലെസ്സർ all kind of risk and rewards ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് to the lessee over the asset. Then normally non cancelable, which means finance lease എന്താണ്? non cancelable ആയിട്ടുള്ള lease ആണ്. And present value of minimum lease payments at inception of lease exceeds or is equal to substantially the whole of fair value of leased asset. That means lease payment ന്റെ present value, ആ ഒരു leased asset ന്റെ മേലെ പേ ചെയ്യുന്ന പേയ്മെന്റ്, ലീസ് പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ലീസ്ഡ് അസറ്റിന്റെ ഫെയർ വാല്യൂവിന് ഈക്വൽ ആവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂവിന് അല്ലെങ്കിൽ അതിനേക്കാളും എക്സീഡ് ചെയ്യുകയോ ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലും എന്താണ്? അതൊരു ഫിനാൻസ് ലീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Then finance lease is similar to that of borrowing for acquisition of asset. അതായത് ഇപ്പോ ലെസ്സിക്ക് ഒരു പെർട്ടിക്കുലർ അസറ്റ് അക്വയർ ചെയ്യാൻ, അതായത് ഫുൾ ക്യാഷ് കൊടുത്ത് അക്വയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻസ് ലീസ് ആണ് ആള് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ബോറോവിംഗ് ഫോർ അക്വസിഷൻ ഓഫ് അസറ്റ്. ആൾക്ക് ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് ഫുൾ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇത് ബോറോ ചെയ്ത് യൂസ് ചെയ്യുന്ന പോലെയാണ് ഒരു ഫിനാൻസ് ലീസിൽ വരുന്നത്. ആ ഒരു അസറ്റ് ബോറോ ചെയ്ത് യൂസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് രീതിയാണ് ഈ ഒരു ഫിനാൻസ് ലീസിൽ വരുന്നത്. Then situations, at least one, which would normally lead to a lease being classified as a finance lease. ഏതെല്ലാം situations ആണ് finance lease ആയിട്ട് treat ചെയ്യുന്നത്? One is lessor transfer the ownership of the asset to the lessee by the end of lease term. Lease term ന്റെ എൻഡില് ലെസ്സിക്ക് അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ it is treated as finance lease. Then the present value of minimum lease payments is at least 90% of that asset's fair value. Lease payment ന്റെ present value എന്ന് പറയുന്നത് ആ ഒരു leased asset ന്റെ fair value ന്റെ at least 90% ആണെന്നുണ്ടെങ്കിൽ that is classified under finance lease. Then lease term for major part of economic life of asset, generally 75% or more, even if title is not transferred. അതായത് അസറ്റിന്റെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എങ്കിലും
ആ ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ എക്കണോമിക് ലൈഫ് വരുന്നത് മേജർ പാർട്ട് മിനിമം ഒരു 75% ആൻഡ് മോർ എക്കണോമിക് ലൈഫ് ഓഫ് ദ അസറ്റ് വരുന്നത് ആ ഒരു ലീസ് ടേമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലീസുകളും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫിനാൻസ് ലീസിലാണ്. ദാറ്റ് മീൻസ് അവിടെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എങ്കിൽ കൂടെ ആ ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ എക്കണോമിക് ലൈഫ് അതിലൊരു മിനിമം ഒരു 75% or മോർ വരുന്നത് ആ ലീസ് ടേമിന്റെ ഡ്യൂറേഷനിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആൾസോ ക്ലാസിഫൈഡ് അണ്ടർ ഫിനാൻസ് ലീസ്. Next is operating lease versus finance lease. രണ്ട് തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് ആണ് പറയുന്നത്. First is operating lease is usually for a shorter duration and bears no relation to useful life of the asset. Operating lease എന്ന് പറയുന്നത് ഷോർട്ടർ ഡ്യൂറേഷനിലേക്ക് വരുന്നൊരു കോൺട്രാക്ട് ആണ്. അതുപോലെ ആ ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫുമായിട്ട് അവിടെ ഒരു റിലേഷൻഷിപ്പ് വരുന്നില്ല. Then finance lease എന്ന് പറയുന്നത് it is usually related to useful life of the asset and it is for longer period. That means ഒരു ആ ഒരു leased assetന്റെ major part of its useful life എന്ന് പറയുന്നത് which is covered under the lease term in case of finance lease. Then it is operating lease is revocable contract. That means anytime it can be cancelled. അവർക്ക് എന്ത് ചെയ്യാം cancel ചെയ്യാനായിട്ട് പറ്റും. It is a cancelable lease. Then finance lease എന്ന് പറയുന്നത് non revocable contract ആണ് which means എന്ത് ചെയ്യാൻ പറ്റില്ല cancel ചെയ്യാൻ കഴിയില്ല. non cancelable lease ആണ് finance lease എന്ന് പറയുന്നത്. Then third point എന്ന് പറയുന്നത് operating lease expenses of maintenance, repairs, taxes and insurances etc. are borne by the lessor. All kind of cost related with the leased asset is borne by the lessor in case of operating lease. ഒന്നും തന്നെ ആര് ബോൺ ചെയ്യുന്നില്ല lessee ചെയ്യുന്നില്ല. എല്ലാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ബോൺ ചെയ്യുന്നത് lessor തന്നെയാണ്. Then finance lease, these expenses are borne by the lessee unless there is a contract to the contrary. That means എല്ലാ kind of expenses like expense of maintenance, repairs, tax, insurance എല്ലാം ബോൺ ചെയ്യുന്നത് lessee ആണ് in case of finance lease. എന്തെങ്കിലും ഒരു particular contract അതായത് ആ ഒരു കോൺട്രാക്റ്റിൽ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബോൺ ചെയ്യുന്നത് ആര് തന്നെയാണ് lessee തന്നെയാണ്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ലെസ്സർ ബോൺ ചെയ്യേണ്ടി വരുന്നുള്ളൂ. Then fourth point എന്ന് പറയുന്നത് in case of operating lease the lessee is protected against the risk of obsolescence. That means നേരത്തെ പറഞ്ഞു തന്നെയാണ് എന്തെങ്കിലും risk of obsolescence ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബോൺ ചെയ്യുന്നതും ആര് തന്നെയാണ് ലെസ്സർ തന്നെയാണ് in case of operating lease. So lessee is protected. Then in case of a finance lease the risk of obsolescence has to be taken by the lessee. Risk of obsolescence ബോൺ ചെയ്യുന്നത് ആരാണ് lessee ആണ്. Then fifth point എന്ന് പറയുന്നത് renters are not sufficient to fully amortize the cost of asset in case of operating lease. That means operating lease ആണെന്നുണ്ടെങ്കിൽ അതിൽ റിസീവ് ചെയ്യുന്ന റെന്റൽ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു കോസ്റ്റ് ഓഫ് അസറ്റിനെ ഫുള്ളി അമോർട്ടൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതിന് മാത്രമല്ല റെന്റൽ എമൗണ്ട് ഏതിൽ നിന്ന് റിസീവ് ചെയ്യില്ല ഓപ്പറേറ്റിംഗ് ലീസിലൂടെ റിസീവ് ചെയ്യുന്നില്ല. അതായത് ആ ഒരു കോസ്റ്റ് ഓഫ് അസറ്റിനെ മുഴുവനായിട്ടും കവർ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് റെന്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നില്ല ഓപ്പറേറ്റിംഗ് ലീസ് ആണെന്നുണ്ടെങ്കിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ഫിനാൻസ് ലീസ് rentals would cover lessor's original investment cost plus a reasonable return on investment. ഫിനാൻസ് ലീസ് ആണെന്നുണ്ടെങ്കിൽ lessee പേ ചെയ്യുന്ന റെന്റൽ എമൗണ്ട് എന്ന് പറയുന്നത് ലെസ്സറുടെ ആ ഒരു കോസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓൺ അസറ്റ് ഫുള്ളി കവർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു റീസണബിൾ റിട്ടേണും എന്ത് ചെയ്യുന്നുണ്ട് ലെസ്സർക്ക് കിട്ടുന്നുണ്ട് ത്രൂ ദ റെന്റൽ എമൗണ്ട് പെയ്ഡ് ബൈ ദ lessee. Then sixth point എന്ന് പറയുന്നത് no option to review lease or buy the asset. ഈ ഒരു കേസില് ഓപ്പറേറ്റിംഗ് ലീസില് ലീസ് ടേം കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാനോ അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അസറ്റ് ബൈ ചെയ്യാനോ ഉള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. Then finance lease it will provide for an option to review lease or to buy asset at a nominal price at the expiration of lease period. ഈ ഫിനാൻസ് ലീസിലാണെന്നുണ്ടെങ്കിൽ ലീസ് പീരീഡ് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ റിവ്യൂ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു നോമിനൽ പ്രൈസിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ മേജർ ഡിഫറൻസസ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുമ്പോൾ എന്താണ്
It is an agreement to use and operate the asset without the transfer of ownership. All the risk borne by the lessor in case of operating lease. Then simply finance lease എന്ന് പറഞ്ഞാലോ, it is a capital lease. It is an agreement where the lessor has agreed to transfer the ownership of the asset to the lessee when the lease period is over. So ഇതാണ് ഓപ്പറേറ്റിംഗ് ലീസ് അതുപോലെ ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത്. Okay, thank you.